ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇപ്പോ ആളറിഞ്ഞതായി ഭാവിച്ചാൽ ഇവള് ഇവിടെ നിന്ന് മുങ്ങാൻ സാധ്യതയുണ്ട്. തൽക്കാലം അഭിനയിക്കുക തന്നെ. സോറി സോറി, എനിക്ക് ആള് തെറ്റിയതാണെന്ന് തോന്നുന്നു. വർഷ, നിന്നെ ഞാൻ എവിടെയെല്ലാം തിരക്കി. നിനക്ക് സുഖമാണോ? നീ എന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നേ? ഇത് ഞാനാ, വിക്രം. നിങ്ങൾ ആരാ? വർഷ, ഇത് ഞാനാ, നിന്റെ ഭർത്താവ് വിക്രം. വർഷയോ? അതാരാ? നിങ്ങൾക്ക് ആള് തെറ്റിയതാ? ഒരിക്കലുമില്ല. എന്റെ ഭാര്യയെ ഏത് നിലാവട്ടത്ത് കണ്ടാലും എനിക്ക് തിരിച്ചറിയാൻ പറ്റും. പിന്നെയാണോ ഈ പകൽ വെട്ടത്ത്? തമാശ കളഞ്ഞ വന്നേ. എന്താ അമ്മു? ആരാ ഇയാള്? എനിക്കറിയില്ല. ഏത് വർഷയെ തിരക്കി വന്നതാ? വർഷേ, നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ? എന്നെ അത്ര വേഗം നീ മറന്നുപോയോ? ഹലോ, ഇത് നിങ്ങൾ അന്വേഷിക്കുന്ന വർഷയൊന്നുമല്ല, ഇത് അമ്മുവാ. നിങ്ങൾക്ക് ആള് തെറ്റിയതാ. ഇപ്പോ ആളറിഞ്ഞതായി ഭാവിച്ചാൽ ഇവള് ഇവിടെ നിന്ന് മുങ്ങാൻ സാധ്യതയുണ്ട്. തൽക്കാലം അഭിനയിക്കുക തന്നെ. സോറി സോറി, എനിക്ക് ആള് തെറ്റിയതാണെന്ന് തോന്നുന്നു. എന്റെ ഭാര്യ വർഷ മരണപ്പെട്ടിട്ട് മാസങ്ങളായി. അതിനുശേഷം ആരെ കണ്ടാലും എനിക്ക് പെട്ടെന്ന് വർഷയായിട്ട് തോന്നും. ഈ കുട്ടിക്ക് എന്റെ ഭാര്യയായി നല്ല രൂപസാദൃശ്യമുണ്ട്. അതുകൊണ്ട് പറ്റിയതാ. സോറി സിസ്റ്റർ, ഐ എം എക്സ്ട്രീംലി സോറി. ഓക്കെ. അമ്മു, റിലാക്സ്. അയാൾക്ക് ആള് തെറ്റിയതല്ലേ? പെട്ടെന്ന് കണ്ടപ്പോ അയാളുടെ ഭാര്യയുടെ മുഖസാദൃശ്യം പോലെ തോന്നിയതാ. അയാൾ പോയി, അതോടെ എല്ലാം കഴിഞ്ഞു. റിലാക്സ്. മോളെന്ത് ചെയ്യുന്നു? പഠിച്ചോണ്ടിരിക്ക. നാളെ അവൾക്ക് യൂണിറ്റ് ടെസ്റ്റ് തുടങ്ങാം.
ജഗനെന്താ ആലോചിക്കുന്നേ? വന്ദനെ കുറിച്ച് തന്നെയാ. എന്താ എന്നെ കുറിച്ച് ഇത്രയ്ക്ക് ആലോചിക്കാൻ? വന്ദനയെ പുറത്തിറക്കണമെങ്കിൽ ഞാൻ വന്ദനെ ഡിവോഴ്സ് ചെയ്യണം എന്ന അച്ഛന്റെ ആവശ്യത്തെക്കുറിച്ചാ. അതൊക്കെ കഴിഞ്ഞില്ലേ? ഡിവോഴ്സ് ഒന്നും കൂടാതെ ഒരുമിച്ചില്ലേ? എല്ലാ തടസ്സങ്ങളെയും അതിജീവിച്ച് ഒന്നിച്ച് ജീവിക്കാൻ ദൈവം നമുക്ക് അവസരവും തന്നു. ഇനി പുതിയ ഭാവി പരിപാടികൾ എന്തേലും ആലോചിക്കാം. ഇപ്പൊ വന്ദനയുടെ പ്രധാന ശത്രു എന്റെ അച്ഛനും അപ്പച്ചയാ. വന്ദന സ്ത്രീധനമൊന്നും തന്നില്ല എന്നുള്ള കാരണം കൊണ്ടല്ല ആ ശത്രുത ഉണ്ടായിരിക്കുന്നത്. അതല്ലാതെ മറ്റെന്തോ ഒരു ഗൂഢാലോചന അവരുടെ മനസ്സിലുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ ആലോചിക്കുന്നത്. അപ്പച്ചി ഒരു സാധാരണ സ്ത്രീയല്ല. അവർക്ക് സമൂഹത്തിൽ വമ്പന്മാരുമായിട്ടുള്ള ബന്ധങ്ങളുണ്ട്. രാഷ്ട്രീയക്കാരും സാമൂഹിക പ്രവർത്തകരും ബിസിനസ്സുകാരും ഒക്കെ ആയിട്ടാ പിടിപാട്. അച്ഛനെ മാനസികമായിട്ട് തകർത്ത് വീട്ടിൽ തന്നെ തളച്ചിട്ട് രാഷ്ട്രീയ രംഗത്ത് തളർത്തുക. അതാണോ ഈ പ്രധാന ഗൂഢാലോചന എന്നറിയില്ല. ശക്തനായ യുവജന നേതാവായി ഞാൻ വളർന്നു വരാതിരിക്കാനുള്ള കരുനീക്കങ്ങളാണോ എന്നും അറിയില്ല. വന്ദനയെ ആയുധമാക്കി പൊരുതുക, അതാണ് ലക്ഷ്യം. എന്നാ അപ്പച്ചിയുടെ ഗൂഢാലോചന ഞാൻ മനസ്സിലാക്കിയത് പറയട്ടെ. പറ. അപ്പച്ചിയുടെ സുഹൃത്തായ ഏതോ കോടീശ്വരന്റെ മകളുമായി ജഗന് വിവാഹം നടക്കണം. അതാണ് അപ്പച്ചിയുടെ ഉന്നം. അമ്മാവനും അപ്പച്ചിയുടെ താല്പര്യത്തിനോട് വലിയ ചായവുണ്ട്. പക്ഷേ അതൊന്നും എനിക്ക് വിഷയമല്ല. അതെന്താ? ജഗന് എന്നോടുള്ള ഇഷ്ടത്തിൽ ഒരു തരിമ്പ് പോലും കലർപ്പില്ലെന്നുള്ള സത്യം ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു. ഓരോ പ്രവൃത്തികളിലും ജഗനത് തെളിയിച്ചുകൊണ്ടിരിക്കാം. കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചാൽ പോലും ഭർത്താവിന്റെ കൈത്താങ്ങ് ഭാര്യയുടെ താലിക്കുണ്ടെങ്കിൽ അതിൽ പരം ഒരു ബലം ഒരു ഭാര്യയ്ക്കുണ്ടാവില്ല. ആ ബലം ഞാൻ അനുഭവിച്ചറിയുന്നു. ചേട്ടാ ഒരു സോഡ. പോലീസുകാര് ശരിക്കും പെരുമാറിയല്ലേ? ഓ, ഇപ്പോഴത്തെ എസ് ഐ ഒരു ചൂടന. മാനത്തെ കൊട്ടാരം